ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഇത്തിരി നീളമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഫസ്റ്റ് ഇങ്ങനെ തന്നെ നിർത്തിയെന്ന്. ഞാനിന്ന് എണീക്കിനോട് കൂടിയിട്ട് നമ്മുടെ ചാക്കോച്ചൻ അപ്പാപ്പൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ പിന്നെ ആദ്യം ഞാൻ അവനെ കണ്ടിട്ടാണ് പിന്നെ ഞാൻ നടയിൽ കുരിശ് വരയ്ക്കാൻ പോയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ പിന്നെ ഞാൻ ആദ്യം കാണുമ്പോൾ തന്നെ അങ്ങനെ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നടയെടുത്തത്. അങ്ങനെ ദേ കുരിശ് വര കഴിഞ്ഞ് ഞാനും അവനും ഒപ്പമാണ് റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നത്. അങ്ങനെ വന്ന് ദേ അവൾക്ക് കളി തുടങ്ങിയിട്ടോ. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ കൈ കൊട്ടി തുടങ്ങി. പതുക്കെ കൈ കൊട്ടാൻ പറഞ്ഞാൽ കൈ കൊട്ടും, ടാറ്റ പറയാൻ പറഞ്ഞാൽ കൈ പതുക്കെ ഇങ്ങനെ പൊക്കി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2 ദിവസത്തിൻ്റെ ഉള്ളിൽ അവൻ ടാറ്റ പറയും തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ദേ ചാക്കോച്ചൻ ഇങ്ങനെ ഉഷാറായിട്ട് പോണു. ചാക്കോച്ചന് ചൂട് സഹിക്കാൻ പറ്റണില്ല, എന്നാലും കൺട്രോൾ ചെയ്ത് പോണു ഞങ്ങൾ. അല്ലാണ്ട് ഇപ്പം വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ദേ നേരം വെളുത്തു. അപ്പോൾ ഞാൻ പതിയുമ്പടി ദേ പുറത്തേക്ക് 2 ദിവസമായി നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടിട്ട്. കാരണം എണീക്കാൻ നേരെ കിച്ചണിലേക്ക് കൂടുതലായിരുന്നു എൻ്റെ പണി കേട്ടോ. വന്ന് എത്തിച്ച് നോക്കും, ഫോൺ എടുക്കാറുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഇന്ന് ഞാൻ ദേ സമാധാനത്തിലാണ് എണീറ്റ് കാര്യങ്ങൾ ചെയ്യണത്. അപ്പോൾ ദേ ഇന്ന് ഇഡ്ഡലി ആയിരുന്നല്ലോ, പറഞ്ഞല്ലോ ഇന്നലെ നമ്മൾ ഇഡ്ഡലിക്ക് മാവ് ആട്ടിയപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇന്ന് ഇഡ്ഡലിയാണെന്നുള്ളത്. ദേ ഡിവൈൻ എണീറ്റ് ഇഡ്ഡലി ഉണ്ടാക്കി, ദേ ചട്നി ഉണ്ടാക്കി, സാമ്പാർ ഓൾറെഡി ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ദേ കോഫിയാണ്, രാവിലെ അറിയാലോ കോഫിയാണ്. അപ്പോൾ അങ്ങനെ ദേ ഡാഡി മോനും ആദ്യമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പതുക്കെ ഇരുന്നു. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 2-3 ട്രിപ്പായിട്ട് ഇരിക്കാനേ പറ്റുന്നുള്ളൂ. കാരണം ഡിവൈൻ ഭക്ഷണം കഴിക്കാതിരുന്ന അപ്പം അവർ ആരെങ്കിലും ഒരാൾ കരയും. അപ്പോൾ ഞങ്ങളെപ്പോഴും പറയും ഡിവൈൻ്റെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അതൊരു ശീലമായി എന്നുള്ളത്. അങ്ങനെ രണ്ടാൾ പുറത്ത് കളി തുടങ്ങി. പക്ഷേ ജീപ്പിന് എന്തോ ഒരു കംപ്ലൈൻറ്റ്, ഒരു ഓട്ടത്തിനൊരു പ്രശ്നം. അപ്പോൾ അത് സംഭവം ഡോൺ നോക്കിയപ്പോൾ എന്തോ ഒരു വയറ് വിട്ട് കിടക്കായിരുന്നു. അപ്പോൾ അങ്ങനെ അപ്പോൾ തോമാന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലാണ് ഇരുന്നിട്ടാണ്. അപ്പോൾ അവൻ അത്യാവശ്യം വെയിറ്റുള്ള കുട്ടിയല്ലേ. അപ്പോൾ അതിൻ്റെ എന്തോ ഒരു വയറ് വിട്ട് കിടക്കുകയും കൂടി ആയപ്പോൾ വണ്ടി ഫ്രണ്ടിലേക്ക് പോകണ്ടായിരുന്നില്ല, ഉന്തിയിട്ടും നീങ്ങണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ സ്ഥിരം ഉള്ളതാണ് 2 പേരും കാലത്തെണീറ്റ് കുറച്ച് നേരം അങ്ങനെ കളിക്കുക എന്നുള്ളത് കേട്ടോ. അങ്ങനെ ഡോൺ ദേ കംപ്ലീറ്റ് ചെക്ക് ചെയ്തതിന് ശേഷം ഇന്ന് തന്നെ അവൻ കൊണ്ടുപോയി ശരിയാക്കി കൊണ്ടുവന്നു കേട്ടോ. ഇപ്പോൾ കാണുമ്പോൾ പോലെയല്ല, ഉച്ചതിരിഞ്ഞ് കൊണ്ടുപോയിട്ട് ശരിയാക്കി കൊണ്ടുവന്നു. അങ്ങനെ ഇന്ന് തോമുവിന് പ്ലേ സ്കൂളില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ തോമുവിൻ്റെ അവിടെ ആരോ മരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരവിടെ ഇല്ലാത്ത കാരണം ഇന്ന് ഡേ കെയർ ഇല്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഫുൾ ഡേ തോമുവിൻ്റെ ലീലാവിലാസങ്ങളായിരിക്കും വീട്ടിൽ. തോമു വീട്ടിലുണ്ടായ ഭയങ്കര അനക്കാണ് കേട്ടോ. കാണാൻ രസമാണ്, പക്ഷേ എന്നാലും എന്താ പറയുക, അവന് ചാക്കോച്ചനെ ആരും എടുക്കാൻ പാടില്ല, അവൻ ചാക്കോച്ച ഉറങ്ങിയാൽ പോയി എണീപ്പിക്കുക, ഇതൊക്കെയാണ് മൂപ്പരുടെ മെയിൻ സംഭവങ്ങൾ. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല, അവൻ ഉഷാറായിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അപ്പം പോയപ്പോൾ അപ്പയുടെ കൂടെ അങ്ങോട്ട് ഇറങ്ങിയിട്ടോ. തോമുൻ്റെ വണ്ടികളാണ് ഈ നിരന്ന് കിടക്കുന്നത് കേട്ടോ. ഇതൊന്നും കൂടാണ്ട് എവിടെ നോക്കിയാലും കുഞ്ഞു കുഞ്ഞു വണ്ടികൾ കാണാം. അപ്പോൾ ഡിവൈൻ കളിയാക്കുകയാണ്, ഞാനിത് ഉന്തിത്തരാമെന്ന് പറഞ്ഞിട്ട്. കാരണം അവിടെ നിറച്ച് വണ്ടികളായ കാരണം വണ്ടി എടുക്കാനായിട്ട് ഭയങ്കര പാട്. അപ്പോൾ നമ്മുടെ ഈ ബസ് സ്ഥിരം ഈ നേരത്ത് പോകണതാട്ടോ, നിറച്ച ആളായിട്ട്. അപ്പോൾ സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളും ജോലിക്കാരൊക്കെ ഉണ്ടാവും അതിൽ. അപ്പോൾ അതിലാണ് ഞാൻ പറഞ്ഞില്ലേ കുറേ പേര് നോക്കി ചിരിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ അപ്പയും മോനും കൂടി അവിടം വരെ പോയിട്ട് അവനെ ഇറങ്ങാൻ ഭയങ്കര മടി. അവരിന്നിപ്പോൾ പോണ ഹബ്ബിലേക്ക് അപ്പയുടെ കൂടെ. അപ്പോൾ ഡാഡി ഇറക്കാതെ വിചാരിച്ചു. അപ്പോൾ ഡാഡി പറഞ്ഞു ഒരു രക്ഷയില്ല, ഡിവൈൻ തന്നെ പോരേന്ന് പറഞ്ഞു. അങ്ങനെ ഡിവൈൻ പോയി അവനെ നല്ല രീതിയിൽ ഇറക്കി കൊണ്ടുവരാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മളുടെ ഒരു കുട്ടി എപ്പോഴും യൂസർ ചേച്ചി എന്ന് പറയുമ്പോൾ ഡിവൈൻ കോമഡി ആയിട്ട് പറയുന്ന പേരാണ് യൂസർ ചേച്ചി. അപ്പോൾ യൂസർ ചേച്ചിക്ക് ഒരു പരാതി, ഞാൻ എല്ലാ കുട്ടികളുടെയും പേര് തെറ്റി പറയണു, വിവരമില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ എനിക്ക് വിവരമില്ലാണ്ടല്ല, നമുക്ക് കുട്ടികളാകുമ്പോൾ നമ്മളുടെ കുട്ടികൾക്ക് ഒക്കെ തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പേര് പറയും, അത് സ്വാഭാവികമാണ്. അപ്പോൾ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നായാലും ചിലപ്പോൾ എൻ്റെ വായേന്നൊക്കെ തെറ്റി വരും കേട്ടോ. അത് എനിക്ക് കുട്ടികളുടെ പേരറിയാണ്ടോ വിവരമില്ലാണ്ടോ അല്ല, നമുക്കതങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഇന്ന് നല്ല ചൂടാട്ടോ, കാലത്ത് തന്നെ നല്ല ചൂടാണ്. ഇനിയിപ്പോൾ മറ്റേ പൂരത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ട് കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കര സുഖമാവും കേട്ടോ മൊത്തത്തിൽ. അങ്ങനെ പാച്ചുട്ടൻ ഡ്രസ്സ് മാറി ഇറങ്ങായി. അവന് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ എന്താ പറയുക ലഞ്ച് ഒക്കെ കൂടി കൊടുത്തയക്കുകയാണ് ചെയ്യുക കേട്ടോ. അതാണ് ആ ബാഗിൽ അവിടെ സ്പെയർ ഡ്രസ്സ് അങ്ങനെ കുറേ ഐറ്റംസ്. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അവൻ അപ്പാപ്പൻ്റെ കൂടെ 2 വീലറിൽ പോവുക, തിരിച്ച് അവരുടെ വണ്ടിയിൽ വരിക, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇന്നും അങ്ങനെ തന്നെ ഉണ്ടായത്. അങ്ങനെ പാച്ചുട്ടൻ ഫ്രണ്ട് ഇറങ്ങി ഓടുകയാണ്, അവന് ആദ്യം പോകണം. അങ്ങനെ അമ്മ കുറേ രീതിയിലൊക്കെ നോക്കി ഒരു ഫോട്ടോ എടുത്തിട്ട് അയക്കാനായിട്ട്, അപ്പയ്ക്ക് അയക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അവൻ ഒരു നിലയ്ക്ക് നിൽക്കണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ ഓടിക്കയറിയതേ അപ്പാപ്പൻ്റെ കൂടെ പോവുകയാണ്. അപ്പോൾ തോമുവിന് ഭയങ്കര സങ്കടം, അവൻ പോണ കാരണം. അപ്പോൾ വേഗം പോയിട്ട് വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ
അവൻ നോക്കി നിൽക്കണം കേട്ടോ തോമു. മറ്റേത് എങ്ങനെയാണെന്ന് വെച്ചാൽ തോമു ഫസ്റ്റ് പോവും, പിന്നാലെ പാച്ചു പോവുക ചെയ്യാം. അപ്പോൾ ഇന്ന് പാച്ചുട്ടനാണ് നേരത്തെ പോണത്. തോമുട്ടൻ അവിടെ നിൽക്കുകയാണ്. തോമുട്ടൻ ഇന്ന് റെസ്റ്റാണ്, ഫുൾ കളിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവൻ പോയോട് കൂടിയിട്ട് പിന്നെ ഞങ്ങളുടെ കാര്യങ്ങൾക്ക് നിന്ന് തുടങ്ങി. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുവരെ ഡിമ്പിളിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ പാച്ചുവിനെ കൊണ്ടാക്കി പിന്നെ അവിടെ കൂടെ ഇരിക്കുക അങ്ങനെയൊക്കെ ഉള്ളത് കാരണം കാര്യമായിട്ടൊരു കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇന്നലെ തൊട്ടാണ് എന്തെങ്കിലുമൊക്കെ, പിന്നെ വയ്യായിരുന്നല്ലോ, ചുമയും പനിയും, പിന്നെ ആ പൊടിയുടെ കിട്ടിയത് ഓച്ചൂനാൻ തോന്നുന്നുണ്ട്. കാരണം എനിക്കൊക്കെ ഒരു ചെറിയ തൊണ്ടവേദന വന്ന് പോയെങ്കിലും ഡിമ്പിളിന് ശരിക്കും അത് ബാധിച്ചു. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയി മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മൂപ്പര് ഓക്കെ ആയിട്ടോ. അപ്പോൾ ഇന്നത്തെ അടുത്ത പരിപാടി ഞാൻ വിചാരിച്ചിട്ടുള്ളത്, ഞാൻ ഇന്നലെ തൊട്ട് ഒരുങ്ങി തുടങ്ങിയതാണ് ബീഫ് അച്ചാറുണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് സൗകര്യമായിട്ട് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഞാൻ ഷെയർ ചെയ്ത് തരാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇത് ഓൾറെഡി വെന്ത ഇറച്ചി ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്തു. നമ്മൾ ഇട്ട് വെച്ച് വേവിച്ചതാണ് അല്ലേ? അടി വയന എന്തിട്ടൊക്കെ ഇട്ടുണ്ടായിരുന്നു? ഞാൻ എന്നിട്ട് മുളക്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വിനാഗിരി കുറച്ച്. അപ്പോൾ അതിൽ നിന്ന് ഊറ്റിയെടുത്ത ഇറച്ചിയാണിത്. അതിൽ നിന്ന് ഊറ്റിയെടുത്തിട്ട് പിന്നെ രണ്ടാമത് ഞാൻ അച്ചാറിലേക്ക് വേണ്ടി ചെയ്യണതാണ് കേട്ടത്. അപ്പോൾ പിന്നെ അത് അധികം വേവിക്കേണ്ട കാര്യമില്ല, ഇനി ഇത് വറുത്താൽ മതി. ഓക്കെ. അപ്പോൾ ഇത് ബീഫ് അച്ചാറിലേക്കുള്ളതാണ്. അപ്പോൾ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കഴുകിയിട്ട് ആ വെള്ളം മതി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇട്ടിട്ട് നന്നായി വേവിക്കുക. വേവിച്ചിട്ട് വെള്ളം ഊറ്റി കളയണ്ട. ഇതിപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൾറെഡി വേവിച്ച് ഇറച്ചിയായതുകൊണ്ടാണ് വെള്ളം ബാക്കിയുള്ളത് അതിൽ തന്നെ ഇട്ട് വറ്റിക്കുക. വറ്റിച്ചിട്ട് ഈ പരിവാക്കി എടുക്കുക. ഈ പരിവാക്കി എടുത്തതിന് ശേഷം കുറേ നാൾ ഉപയോഗിക്കാനാണെങ്കിൽ നല്ലെണ്ണ, ഇതൊക്കെ നമ്മുടെ വെയിൽ കഴിയില്ലേ, മമ്മിയുടെ പൊട്ട് മാഞ്ഞുപോയി ഇറത്തട്ടെ സഹിച്ചോടാ. അപ്പൊ അത് ഞാൻ ഫ്രെയിമിൽ കാണിക്കേണ്ടി, കാരണം ആദ്യം ഇവിടെ ഒരു ഇടി കിട്ടി, അത് കഴിഞ്ഞത് ഇവിടെ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാണണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുക്കാണ്ടിരുന്നതാ. പിന്നെ ആയിക്കോട്ടെ വിചാരിച്ചു. അപ്പോൾ ഇത് ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വറുത്തെടുക്കുക. അപ്പോൾ കുറേ നാളിരിക്കണമെങ്കിൽ നല്ലെണ്ണ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കഴിയണ കാരണം വെളിച്ചെണ്ണ മതി. അല്ലെങ്കിൽ നമ്മളിവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കട്ട്ലറ്റും കുട്ടികൾക്കുള്ള ഇന്നിപ്പോൾ അത് നെഗറ്റ്സ് വറുത്തല്ലേ ഇത്, അതിൻ്റെ എണ്ണയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്കാണ് എടുക്കണത് കേട്ടോ, പ്രത്യേകിച്ച് വരുന്നില്ല. അപ്പോൾ ഇതിനി വറുത്തെടുക്കാം. പോട്ടെ വണ്ടി പോട്ടെ, ഇൻഡസ് വാലിയുടെ പാത്രത്തിലേക്ക് പോട്ടെ. ഇൻഡസ് വാലിയുടെ പാത്രം ഇവിടെ ഫുള്ള് മാറ്റിയിട്ട് നിങ്ങൾ കണ്ടല്ലോ, ഒരുവിധം എല്ലാതും ഇൻഡസ് വാലിയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ തിളച്ച എണ്ണയിരിക്കാണ് കേട്ടോ ബീഫ് ഇടുന്നത്. എന്നിട്ട് നന്നായി ഇത് വറുത്തെടുക്കാം. കുറേ മുരിയുണ്ടാവും, മുരിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക കല്ല് പോലെ ഇരിക്കും. ആ സമയം കുറച്ചായാൽ മതി ഇതൊക്കെ ഇടുന്നത്. അപ്പം നിങ്ങളിപ്പോൾ കുക്കറിൽ നിന്ന് നേരിട്ട് എടുക്കണ ഇറച്ചിയാണെങ്കിൽ ഒന്ന് വെള്ളം പൊട്ടിത്തെറിക്കും. ഇത് പിന്നെ നല്ല ഡ്രൈ ആയിട്ടുള്ളതാണ്, നിങ്ങൾ കണ്ടില്ലേ. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ പണികളൊന്നുമില്ല, വേഗം വറുത്തെടുക്കാം. ഒരു 5 മിനിറ്റൊക്കെ വേണ്ടി വരും. അതെ, നമുക്ക് ഏകദേശം ആയിട്ടുണ്ട്, കോരിയെടുക്കാം. ഇതിലെങ്ങനെയാ വെച്ചാൽ അധികം വെള്ളമില്ലാത്ത കാരണം പെട്ടെന്ന് ആയിട്ടുണ്ട്. എന്താണ് ഫാനാ? കുട്ടിക്ക് ഫാൻ ഇട്ട് കൊടുത്തില്ലേ ഡിവൈന്? മിൽക്ക് വേണോ? മിൽക്ക് വേണോ? ഓക്കെ ഓക്കെ, തരാം. ഒരു മിനിറ്റ്. മമ്മിയെ എവിടെ അച്ചാർ ഉണ്ടാക്കാൻ പോവാ. നമ്മുടെ നല്ല പോത്തില്ലേ, നല്ല പോത്ത് വാങ്ങിച്ചില്ലേ തോമു മാർക്കറ്റിൽ നിന്ന്? വാങ്ങിക്കൊണ്ടെന്ന പോത്താണ്. ഓക്കെ, അമ്മ എടുത്തിട്ട് വരാം. തോമു സോഫയിൽ പോയിരുന്നോ? അപ്പോൾ ഇത് നമ്മുടെ ഇതിൽ എന്തായാലും ഇറച്ചിയുടെ ആ മസാലയുടെ ഇതുണ്ടാവും. അപ്പോൾ നമ്മളിതിങ്ങനെ അരിച്ച് ഊറ്റി മാറ്റി വയ്ക്കുക. എന്നിട്ട് ആ എണ്ണയിൽ തന്നെയാണ് നമ്മളത് ഉണ്ടാക്കണത് കേട്ടോ. അതേ പാത്രത്തിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അരിപ്പ് എടുക്കുമ്പോൾ സൂക്ഷിക്കുക, പ്ലാസ്റ്റിക് എടുക്കരുത്. എനിക്ക് ആദ്യമൊക്കെ അബദ്ധം പറ്റിയിട്ട് തിളച്ച എണ്ണ ഒറ്റ ഒഴിക്കും, അരിപ്പ ഓട്ടയോ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു അരിപ്പ വെച്ച് കഴിഞ്ഞാൽ എണ്ണ കാച്ചുമ്പോഴും എല്ലാത്തിനും ഇല്ലേ, കുട്ടികളുടെ വല്ല ഇതൊക്കെ അരിക്കാനാണ്. അപ്പോൾ നമ്മൾ എല്ലാതും ഇങ്ങനത്തെ എല്ലാം അരിക്കുക. തിളച്ചത് ബെല്ലൊക്കെ അരിക്കുമ്പോൾ ഇതിലരിക്കുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ആ എണ്ണയിൽ ഇതിനോട് മുഴുവൻ വേണ്ട, അത്ര മതി. കൂടുതലായാലും പ്രശ്നം, ബീഫ് കുറവല്ലേ ഉള്ളൂ. അതെ അതെ. അതാ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക്
കടുക്. അപ്പോൾ ഇതിൽ സാധാരണ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞിട്ടാണ് കേട്ടോ ഇതിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഇതിലിടുക. ഞാനതിൻ്റെ പേസ്റ്റാണ് യൂസ് ചെയ്യുക. കാരണം ഇവിടെ കുട്ടികൾക്ക് ഇത് കടിക്കണത് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ മറ്റേ പച്ചമുളകും വേപ്പിലയിട്ടു മറ്റേ പേസ്റ്റ് ലാസ്റ്റ് ഇത് മൂത്തതിന് ശേഷം മാത്രമേ ഇടുള്ളൂ കേട്ടോ. മറ്റേ പക്കാണ്ട് സൂക്കുക, സൗന്ദര്യം സൂക്ഷിക്കുക. സൗന്ദര്യം സൂക്ഷിക്കുക. ഇല്ലേ കടുവറ നമ്മൾ നോക്കട്ടെ. ഓക്കെ. അത് പെട്ടെന്ന് നോക്കൂ. പെട്ടെന്ന് നോക്കും. അപ്പോൾ വെളുത്തുള്ളിയും മറ്റേ ഇഞ്ചി ഇടുകയാണെങ്കിൽ കുറച്ചധികം നേരം ഇത് മൊരിയണ വരെ കാത്തിടണം കേട്ടോ. നല്ല മണം വരുന്നതിന്. ഇനി നമുക്ക് ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ. മമ്മിയുടെ പുതിയ കണ്ണടയെ കുറിച്ച് കമന്റ് ബോക്സിൽ അഭിപ്രായം പറയുക. ഇപ്പോൾ ഈ ഗോൾഡനൊക്കെ വെച്ചിട്ടേ ബ്ലാക്ക് വെച്ചപ്പോൾ ഒരു പ്രത്യേകത കുട്ടികൾക്കൊന്നും ഇഷ്ടമായിട്ടില്ല തോന്നുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അത് ഭയങ്കര ഇഷ്ടമായി. ഒരു ടീച്ചറിന്റെ ലുക്ക്. ഡോൺചേട്ടൻ വരുമ്പോ ആദ്യം ഒരു ലുക്ക് ഉണ്ട്. അതെ. ഹിന്ദിക്കാരി വന്നു. ഇത് വോയിസ് ഓവർ കൊടുക്കാത്ത വീഡിയോ ആണ് കേട്ടാ. തന്റെ ഗേദിത്തി ധർമ്മ വരും. ഗേദിത്തി ധർമ്മ ആൻസേട്ടൻ വെച്ചാ ആൻസേനോട് ചോദിക്കായിരുന്നു അച്ചാർ റെസിപ്പി. അച്ചാറിന്റെ 7 അയലത്ത് വരില്ലേ, നമ്മള് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മള് കാട്ടിക്കൂട്ടലാണ്. അവരൊക്കെ എനിക്ക് സ്വന്തമായിട്ട് റെസിപ്പി ഒന്നും ഇല്ല കേട്ടോ. ഞാൻ എവിടെയെങ്കിലൊക്കെ നോക്കി എനിക്ക് മമ്മിയുടെ റെസിപ്പി മമ്മിയുടെ യൂട്യൂബ് ചാനലിൽ നോക്കി ഉണ്ടാക്കും. അതാണ്. അതെന്തായിരുന്നു? കോളിഫ്ലവർ ഫ്രൈ എന്റെ സ്വന്തം ചാനൽ. ശരി, സോറി. കണ്ടൻസ്ഡ് മിൽക്ക്, കസ്റ്റേർഡ് പൗഡർ, അതൊക്കെ ഞാൻ എന്റെ സ്വന്തം, കാരണം ഞാൻ മറന്നുപോയി. അപ്പൊ ഞാനത് എല്ലാവരുടെയും കോപ്പി ഇടിച്ച് തന്നെ. മമ്മിക്ക് വല്ല കോപ്പി ടിഷ്യൂ വരും. പിന്നെ മമ്മി അതിനകത്തൊക്കെ സ്വന്തമായിട്ട് പൊടിക്കൈ ഇരുന്നോണ്ട് അവർക്ക് കോപ്പറേറ്റ് പറയാൻ പറ്റും. അതിനെ നാട്ടിലുള്ളവരൊന്നും എടുക്കില്ല. നമുക്ക് ഇംഗ്ലീഷും ഹിന്ദി എടുക്കില്ല, മറാത്തി അത്ര തന്നെ ഉള്ളു. ചിലപ്പോ കടുക് എന്ന് പറയുമ്പോൾ ഒന്നും നോക്കാം. തനിക്കിവിടെ കഞ്ഞൂർക്ക് ചെയ്യണം. പുറത്തോട്ടോ മമ്മി. എടോ എൻ്റെ ആ റെഡ് ഫോൺ ആ ഡൈനിങ് ടേബിൾ ഉണ്ട്, അത് ഇവിടെ കൊണ്ട് നോക്കുമോ? ഇന്ന് വീഡിയോ കോൾ അതിൽ പൊക്കോണ്ടിരിക്കുക. ഞങ്ങളുടെ പുതിയ ടെക്നോളജിയാണ് കേട്ടോ. മോൻ മുകളിൽ കിടന്നുറങ്ങാം, അതിവിടെ വീഡിയോയിൽ ഓൺ ചെയ്ത് വെക്കുക. അത് നിവൃത്തിയില്ല ഒരു കാര്യം ചെയ്യാനായിട്ട്. അവൻ കരഞ്ഞാൽ കേൾക്കില്ല. അവിടെ വെച്ചോ, ചാടി വെച്ചോ. അത് നടക്കണം നോക്ക്. നിലാവത്ത് അഴിച്ചുവിട്ട കോഴീനെ പോലെ. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് തുണ്ട് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് കാശ്മീരി ചില്ലി. മുളക് പൊടി, മുളക് പൊടി വരട്ടെ. ഇത് മഞ്ഞപ്പൊടിയല്ലേ? തുണ്ട് മഞ്ഞൾപ്പൊടി. ടീച്ചർ ഡെൻസി ടോൺ. അങ്ങനെയാണെങ്കിൽ ടീച്ചർ ഡെൻസി തോമസ് എന്നാ വിടുള്ളൂ. സോറി, പണ്ടത്തെ അല്ലേ. കാശ്മീരി ചില്ലി ഡിവൈൻ്റെ സ്പെഷ്യൽ. എടോ ആ കാശ്മീരി ചില്ലി ചുവപ്പാട്ടോ. എന്താ കാര്യം? ഞാനും ഡിമ്പിളും. ഡിമ്പിളിപ്പോ അങ്ങനെ തന്നെയാണ്. ഇവര് കാശ്മീരി ചില്ലി മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അത് കറി കണ്ടാലേ ചൊകച്ചൊകാന്നിരിക്കും. പകുതി കാശ്മീരി പകുതി പറ്റിയത്. ഞാൻ ശരിക്കും എനിക്ക് തോന്നുന്നു ഡിവൈൻ വന്നതിന് ശേഷം കാശ്മീരി പൗഡർ യൂസ് ചെയ്ത് തുടങ്ങിയത് തോന്നുന്നു. അല്ല അത് നല്ലതല്ലേ അത്. എന്താ അവിടെ മമ്മി കാശ്മീരി ചില്ലി മറ്റേത് മിക്സ് ചെയ്ത് പൊടിക്ക്. അത് നമ്മൾ 1-2 വട്ടം ഉണക്കമുളക് വാങ്ങി പൊടിച്ചിട്ടുണ്ടാക്കണം. ഞാൻ വന്നിട്ട് അത് എന്നിട്ട് എരിഞ്ഞു പോയി ചത്തുപോയത്. മണിയാക്കായി എടുത്ത് പിന്നെ മണിയാക്കാ പൊടി പോയി. കറണ്ട് ലൈൻ പോയി. ദിസ് ഇസ് കായം. അയ്യോ സോറി. ഒട്ടേഗേൾ. അത് അല്ലെല്ലാം എടുത്തോണ്ട് വന്നപ്പോഴേ മനസ്സിലായി. അറിയാണ്ടല്ല. നിലാവത്തിട്ട കോഴി പോലെ ഡിമ്പിള്. ഞാനിത് എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഡിമ്പിള് ചത്ത വീട്ടിൽ പോയി ഇരിക്കുന്ന പോലെ എപ്പോ ഇരിക്കുക. വയ്യാണ്ടായി കഴിഞ്ഞാൽ ഡിമ്പിൾ ഇങ്ങനെയാണ് സ്ഥായിയായ ഭാവം.
ആ ടി വി ഓഫായി പോയി കാണുമോ? ഓ എൻ്റെ കോളും കട്ടായി. കോള് കട്ടായി, ഇൻഡക്ഷൻ കട്ടായി, വൈഫൈയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം ബാക്കി. അപ്പം അങ്ങനെ അപ്പം നമ്മൾ ബുദ്ധിപൂർവ്വം തമ്പുരാൻ കറണ്ട് ഓഫ് ചെയ്തതാട്ടോ. നമ്മൾ വർത്താനം പറഞ്ഞിട്ട് മുളക് പൊടി ഇട്ടിട്ട് അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇത് ഇൻഡസ്ട്രി ആയ കാരണം ഭയങ്കര കനാണ്. കനത്തിൽ ചൂട് നിൽക്കുമ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഫായത് നന്നായി. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ആ ബാക്കി ഉണ്ടായിരുന്ന എണ്ണയും കൂടി ഒഴിച്ചു വിട്ടാ കേട്ടോ. അപ്പോൾ ഗ്രേവി ഓക്കെ ആയിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിടാം. ഉപ്പ് നിങ്ങൾ ഇടയ്ക്ക് ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കണം. കൂടാൻ നിൽക്കണ്ട, കുറേശ്ശെ ഇട്ടാൽ മതി. ഞാനിതിപ്പോൾ ആദ്യത്തെ തവണയാണ് ഇടുന്നത് കേട്ടോ, ആദ്യത്തെ. ഇനി ഇവിടെ നിന്ന് നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് നമുക്കിവിടെ ഇറച്ചിട്ടിട്ട് വരട്ടെ. ഫ്രൈഡ് ബീഫാണോ? യാ, അച്ചാറാണോ? അത് മനസ്സിലായി. കുട്ടി ഇടയിൽ വന്നിട്ട് ഫ്രൈഡ് ആണോ എന്നൊക്കെ ചോദിക്കണേ. അല്ലാണ്ട് ബീഫ്. അപ്പോൾ നമ്മുടെ വറുത്ത് വെച്ച ബീഫ് ഇതിരി ഒന്നുമില്ല ഉണ്ടായില്ലേ? ഒന്നുകൂടി ഇല്ലാണ്ടായി. സാരില്ല, ഒന്നുകൂടി ഇട്ടാക്കല്ലേ വേണ്ടത് നമുക്ക്. ചോറിട്ടുണ്ടാ നല്ല ടേസ്റ്റാണ്. ഈ അടുപ്പിലായാലുള്ള ദോഷം എന്താ വെച്ചാൽ നമുക്ക് ഇത് പിടിക്കാൻ പറ്റില്ല, ചൂടാവും. ഇൻഡക്ഷനിലാവുമ്പോൾ അതില്ല. ആ ഡിമ്പിളിനോട് ചോദിക്കാം ഏത് കളർ വേണം? പിങ്ക കണ്ടോ? കണ്ടു. ഇനി ഇതിലേക്ക് നമ്മളിതിലേക്ക് ഇത്തിരി വിനാഗിരി ഒഴിക്കുക. ഞാൻ കുറച്ച് ഒഴിക്കാറുള്ളൂ കേട്ടോ വിനാഗിരി. എനിക്ക് എന്തോ അതിൻ്റെ വല്ലാത്ത പുളി എനിക്ക് ഇഷ്ടമല്ല ഇവിടെ മൊത്തത്തിൽ. അപ്പം കുറച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള അനുസരിച്ച് ഒഴിച്ചോ, കുഴപ്പമില്ല. പിന്നെ ഇത് കട്ടയായിക്കോളൂ കേട്ടോ. ഇതിങ്ങനെ നോക്കണ്ട, കട്ടയാവുമല്ലോ. ബീഫ് അച്ചാർ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ഇതിന്റെ പകുതി കഷ്ണം ഉണ്ടാവില്ല. ഗ്രേവി ഇത്തിരി കൂടി ആവായിരുന്നു മമ്മി. വേണം ചുണ്ടും കൂടി. അപ്പോൾ ഇതാ ഡിമ്പിളിൻ്റെ ആഗ്രഹം പ്രകാരം ഡിമ്പിൾ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് അത് തീരും. അത് അണ്ടർസ്റ്റുഡാണ്. കാറ്റിൽ ഒരു ദിവസത്തെ ഇറച്ചി വറുത്തില്ല, അതിന് പകരം അച്ചാർ ഉണ്ടാക്കി, അത്രയേ ഉള്ളൂ. നിങ്ങൾ കഴിച്ചോ? ഞാൻ കഴിക്കണ്ട, അതെ. എനിക്ക് അത്രയ്ക്ക് വിഷമാണ്. ഇനി ഉപ്പ് നിങ്ങളിൽ ആരെങ്കിലൊക്കെ ഒന്ന് നോക്ക്. എത്ര നോക്കും അവളുടെ കയ്യങ്ങൾ പൊള്ളിക്ക്. എന്നോ മമ്മി എൻ്റെ കയ്യിൽ ഒഴിച്ച പോലെ ഉണ്ട്. ഉപ്പ് വേണം. ആ മമ്മിയായിരുന്നു ദേഷ്യം. ടേസ്റ്റ് ഉണ്ട്. ഓ, ഞാൻ ഫോണിനകത്ത് തോന്നുന്നു പൊട്ടി. ഉപ്പ് വേണം. ഞാൻ വളരെ കുറവിട്ടോ. ഇറച്ചിയിൽ പിടിക്കൂലേ? അടിപൊളി ടേസ്റ്റ് ഉണ്ട്. എങ്ങനെ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് വേണം. പുളി അമ്മനെ നിൽക്കുന്ന വേണം. ആ വാരിതല്ല, വെതറിയാ മതി. വേണമെങ്കിൽ ഇത്തിരി എരിവ് വേണം. വേണ്ട ഇതിന് പുകയാൻ വേണ്ട, ഇപ്പൊ പാകത്തിന് എരിവുള്ളൂ. മതി. അങ്ങനെ എരിവ് അങ്ങനെ കൂടുതൽ വേണമെന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പുറത്തെ എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ചൂടാവുന്നതോട് കൂടി കുറച്ച് വിളകിട്ടിട്ട് ഓഫ് ചെയ്യുക. എന്നിട്ട് ആ മൂത്തതിൽ ഇത് ഒഴിക്കുക. മൂത്ത വിളക് കറക്റ്റ് മതിയപ്പോ. അപ്പൊ ഇനി ഇതിങ്ങനെ ഇരുന്നിട്ട് തീർന്നോളൂ. ശരിക്കും 3 ദിവസം ഇരിക്കണം. മിനിമം 8 മണിക്കൂർ ഇരിക്കണം എന്നാ പറയണേ. മിനിമം താൻ കഴിക്കുന്നില്ല അപ്പോ? താൻ കഴിക്കണ്ട കേട്ടോ. അപ്പൊ അതെ, ഇവരുള്ള കാരണം 8 മണിക്കൂർ പോയിട്ട് 8 മിനിറ്റ് ഇരിക്കും എന്നുള്ളത്. ഡോണും കൂടി വന്നു കഴിഞ്ഞാൽ ഡാഡിയും ഞാൻ പിന്നെ അങ്ങനെ ഇവര് 3 ഡാഡിയും കൂടി ആയി കഴിഞ്ഞാൽ ഡാഡിയാണ് അച്ചാറിന്റെ 1ാമത്തെ ആള് ആയി കഴിഞ്ഞാൽ അത് ടപ്പെന്ന് വെച്ച് കഴിയും. ഞാൻ പറയാം എത്ര ദിവസം കൊണ്ട് ഇത് കഴിഞ്ഞത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇത് ധൈര്യമായിട്ട്. അതെ, ഞാൻ പരീക്ഷിച്ച സംഭവമാണ് കേട്ടോ. നല്ലതാ, കഴിച്ചോ. ചിലതിൽ എങ്ങനെയാ വെച്ചാൽ മറ്റേ അച്ചാർ പൊടി കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്, അത് വേറെ ടൈപ്പാണ്. ഇത് വേറെ ടൈപ്പാണ്. നോ അച്ചാർ പൊടി. അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ നിങ്ങൾ ഒക്കെ ഉണ്ടാക്കി നോക്കുക, നല്ലതാണ് കേട്ടോ. അത് ഇവര് രണ്ടുപേരും ഗ്യാരണ്ടിയാണ്. അപ്പൊ അങ്ങനെ. അപ്പൊ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ അച്ചാർ ഉണ്ടാക്കി നോക്കിയോളൂ കേട്ടോ. അസലായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ടേസ്റ്റ് ചെയ്തിട്ട് നല്ലൊരു അഭിപ്രായം പറഞ്ഞത്. അപ്പോൾ അതേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് വിശന്ന് തുടങ്ങി. ഇവർ എന്താ പറയുക, 2 ആളും കോൺഫ്ലേക്സ് എടുത്തു. അപ്പോൾ തോമൂന് കോൺഫ്ലേക്സ് വേണം. അപ്പോൾ അങ്ങനെ 3 ആളും കൂടി. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വേറെ പണികളും കാര്യങ്ങളൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ചപ്പാത്തി ഇരിക്കിൻ്റെ, പിന്നെ എന്തുട്ടാണ് ഡിവൈനും ഡിമ്പിളിനും ചപ്പാത്തി മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കുള്ള ചോറ് ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ പയറ് കറി അങ്ങനെ തന്നെ ഉണ്ട്.
അത് അച്ചാറും മതി എന്ന് പറഞ്ഞിട്ട് അടിക്കുക. അപ്പോൾ പിന്നെ വേറെ പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളിതേ ഊണ് കഴിഞ്ഞു. പതിവുമ്പടി ഡിവൈന് ഊണ് കഴിക്കാനായിട്ട് ആരുടെയെങ്കിലും ഞങ്ങൾ 3 പേരിൽ ഒരാൾ ഒഴിഞ്ഞാൽ ഡിവൈന് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. കാരണം അതൊരു ശീലമായി. ഒന്നെങ്കിൽ ചെറിയ ആൾ അല്ലെങ്കിൽ വലിയ ആൾ, ആരെങ്കിലും ഒരാൾ ഒരു ബഹളം ഉണ്ടാക്കി ഡിവൈൻ്റെ ഭക്ഷണം മുട്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളെപ്പോഴും കളിയാക്കും, ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ സെൻസർ ഉള്ള പോലെ എങ്ങനെയെങ്കിലും അറിയും. അങ്ങനെ 2-2:15 ആയപ്പോഴേക്കും നമ്മുടെ പാച്ചുട്ടൻ വന്നു കേട്ടോ. പാച്ചുട്ടൻ്റെ സമയം ഇപ്പോൾ അതാണ്. 2 മണി കഴിയുമ്പോഴാണ് പാച്ചുട്ടൻ്റെ വണ്ടി വരുന്നത്. ഇപ്പോൾ അങ്ങനെയാണല്ലോ വരുന്നത്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ പാച്ചുട്ടൻ എത്തി. അപ്പോൾ പാച്ചുട്ടന് ഭക്ഷണം കൊടുത്തെങ്കിലും വല്ലാണ്ട് കഴിച്ചൊന്നുമില്ല. അവിടെ നിന്ന് കഴിച്ചിട്ടാണ് വന്നത്. അങ്ങനെ എല്ലാവരും പോയി അവരവരുടെ റൂമുകളിലേക്ക് പോയി. ഞാൻ എൻ്റെ പണികളിലേക്ക് കിടന്നു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ ചൂടും ഇതൊക്കെ ആയ കാരണം എനിക്ക് അങ്ങനെ വല്ലാണ്ട് എന്താ പറയുക കിടക്കാനായിട്ട് പറ്റില്ല. അപ്പം ഞാൻ ഡിവൈനെയും കുട്ടികളെയും മുകളിലേക്ക് വിട്ടു. ഡിമ്പിളിതേ പാച്ചുവിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. അപ്പം ഞാൻ അതിൽ ചക്ക നമ്മൾ കണ്ടില്ലേ 2 ദിവസമായിട്ട് ചക്ക, ഇതിവിടെ പാച്ചുവിൻ്റെ പാത്രങ്ങളാട്ടോ. പാച്ചുവിൻ്റെ ടിഫിൻ ബോക്സും സ്നാക്ക് ബോക്സും പിന്നെ വെള്ളം കുപ്പിയും ഒക്കെയാണ്. അതെല്ലാം കഴിഞ്ഞ് ഡിമ്പിളുടെ വഴിക്ക് പോയിട്ടോ. പിന്നെ എൻ്റെ പണിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് കുട്ടികൾക്ക് കുൾഫി ഉണ്ടാക്കി വെക്കാം. അതുപോലെ നമ്മൾ ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേ, ചക്ക കുറച്ച് തിന്ന് കഴിഞ്ഞപ്പോൾ ബാക്കി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇനി അത് കഴിക്കും. അപ്പോൾ ഇനി വേണ്ട വെച്ചിട്ട് ഞാൻ കുറച്ച് ബെല്ലിട്ടിട്ട് അത് വേവിച്ച് മാറ്റി വെച്ചു. അപ്പോൾ ഞാൻ ഇന്ന് ചക്കട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇതെല്ലാം കൂടി ഇന്ന് വേണ്ട, നാളെ ആവാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ അത് ചൂടാറിയപ്പോൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ കുൾഫിയുടെ ചൂടാറിയപ്പോൾ ഞാൻ വേഗം അതെടുത്ത് അതിൻ്റെ മോൾഡിലേക്ക് ഇട്ടു, ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ കുട്ടികളോട് പറഞ്ഞിട്ടില്ല, കാരണം കുട്ടികൾ ഇന്ന് എന്തായാലും സെറ്റാവില്ല. കാരണം ഈ സമയത്താണ്, ഇത് കണ്ടില്ലേ മണി 4 3:30 ആയിട്ട്. അപ്പോൾ ആ സമയത്താകുമ്പോൾ സെറ്റാവില്ല. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു, കുട്ടികൾ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും 6 മണിയാകുമ്പോൾ കഴിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നപ്പോഴാണ് ഞാൻ ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും ഈ യൂട്യൂബിൽ ഇങ്ങനെ ഓരോ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇന്നയാളുടെ ചാനലൊന്നും എനിക്കില്ല കേട്ടോ. എല്ലാവരും ചിലതെങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ കുറവ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുള്ളൂ, പക്ഷേ ഉണ്ടാക്കുന്ന വിഭവം ഏറ്റവും നല്ലതായിരിക്കും. കാരണം എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്ക് ചെന്ന് പറ്റില്ല. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ നോക്കിയിട്ടൊക്കെയാണ് കേട്ടോ ചെയ്യുക. എനിക്കിഷ്ടമെന്ന് തോന്നുന്നത് ഞാൻ ട്രൈ ചെയ്യും. അപ്പോൾ ഇത് വേറെ ഒന്നുമില്ല, നമ്മുടെ ഇവർ മൈദ മാത്രം ഇട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിയും കൂടി ചേർത്തു. മൈദയും ഗോതമ്പ് പൊടിയും ഉപ്പും കുറച്ച് നെയ്യും കൂടിയിട്ട് നന്നായി കുഴച്ച്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി കുഴച്ചതിന് ശേഷം കുറച്ച് ഓയിലൊഴിച്ച് ഞാനത് അങ്ങോട്ട് മാറ്റി വെച്ചു. ഒരു 3 മുട്ട പുഴുങ്ങാനിട്ടു. ടൈമറിലിട്ടിട്ട് ഞാൻ അങ്ങോട്ട് പോവുക ചെയ്തേട്ടോ. അപ്പോൾ ചക്കയും ഞാൻ വേവിച്ച് അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത്രയും പണി കഴിഞ്ഞ് പിന്നെ ഞാൻ വിചാരിച്ചു ബെഡ്റൂം ഒന്ന് പോയി ഒതുക്കാം. അപ്പോൾ ഞാൻ ബെഡ്റൂമിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് മാറ്റ് മറ്റേ എന്താ പറയുക റബ്ബർ ഷീറ്റ് പോലത്തെ സ്ലിപ്പ് മാറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെള്ളിയാഴ്ച എത്തുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു വെള്ളിയാഴ്ച എത്തിയതിന് ശേഷം നമുക്ക് ഒതുക്കിയാൽ മതി, അല്ലെങ്കിൽ അത് ഒതുക്കിയിട്ട് വീണ്ടും അത് വലിച്ചു വാരിയിട്ടിട്ട് ഒതുക്കേണ്ട. എന്തായാലും ഡിമ്പിളുടെ റൂമിലാണ് കിടക്കണത്, എന്നാൽ പിന്നെ അങ്ങനെ തന്നെ മതി എന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാ പരിപാടികളും ഉച്ചയിലത്തെ ഫുൾ കഴിഞ്ഞു. അടുക്കളയൊക്കെ ക്ലീൻ ആക്കിയിട്ടാണ് ഞാൻ ബെഡ്റൂമിലേക്ക് പോയത്. പക്ഷേ ബെഡ്റൂമിൽ പോയപ്പോൾ എനിക്ക് തോന്നി വേണ്ടാന്ന്. അപ്പോൾ എനിക്ക് ഇന്ന് പുതിയത് വാങ്ങിച്ച ചെരുപ്പാട്ടോ. അപ്പോൾ ഡാഡി പറവട്ടാനിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം കിടന്നപ്പോഴേക്കും ഡോൺ വന്ന് ജീപ്പ് നന്നാക്കാൻ കൊണ്ടുപോയിട്ട് തിരിച്ച് കൊണ്ടുവരണോടുകൂടി ബജ്ജിയും കൊണ്ടാണ് വന്നത്. അപ്പോൾ അവനറിയില്ല ഞാനിവിടെ പലഹാരം ഉണ്ടാക്കാൻ ഓൾറെഡി ഒക്കെ റെഡിയാക്കി എന്നുള്ളത് മൂപ്പർക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കിയ വിഭവം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, സിമ്പിളാണ്. കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. ഒന്നുമില്ല, നമ്മുടെ കട്ട്ലേറ്റിന് ചെയ്യുന്ന പോലെ പച്ചമുളകും, ഞാൻ ഇതിൽ ഇഞ്ചിയൊന്നും ഇട്ടിട്ടില്ല, പച്ചമുളകും വേപ്പിലയും സബോളയും കൂടിയിട്ട് നല്ലോണം മൊരിച്ചെടുത്തതിന് ശേഷം നമ്മളുടെ മസാലപ്പൊടികളൊക്കെ ഇട്ട് നമ്മളുടെ ബീഫ് അതിലേക്ക് ഇട്ടു. മിൻസ് ചെയ്ത ബീഫ് കീമ അതിലിട്ടിട്ട് നന്നായി ഇളക്കി. അതായത് നമ്മുടെ ഇതിൻ്റെ കൂട്ട് തന്നെ, എന്നാൽ വെളുത്തുള്ളി അതൊന്നും ചേർത്തിട്ടില്ല, സൂത്രപ്പണിയാണ്. അങ്ങനെ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഈ ഡൗ ഉണ്ടല്ലോ അതെടുത്തിട്ട് നന്നായി, അത് പൊന്നുമാണ് ചെയ്തു തന്നത്, നന്നായി വലിപ്പത്തിൽ അങ്ങോട്ട് എന്താ പറയുക പരത്തിയിട്ട് മുട്ട സ്ലൈസ് ചെയ്തു, നേരിയതായിട്ട് സ്ലൈസ് ചെയ്തു. വേണമെങ്കിൽ പകുതിയാക്കാം, പക്ഷേ പകുതിയാക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര ഇങ്ങനെ പൊന്തി നിൽക്കും, പപ്സ് പോലെ പൊന്തി നിൽക്കും. അപ്പോൾ അത്രയും വേണ്ട. ഇത് ഓൾറെഡി കീമയുള്ള കാരണം മുട്ട മാത്രമാണെങ്കിൽ അത് മതി കേട്ടോ, ഒരു അര മുട്ട വയ്ക്കാം. പക്ഷേ ഇത് ഞാൻ കീമയുടെ കൂട്ടത്തിലാണ് വെക്കണം. അപ്പോൾ പിന്നെ സ്ലൈസ് മതി, കുറേ കനമുള്ള കഷ്ണമായി കഴിഞ്ഞാൽ അത് കൂടുതലായിപ്പോവും. അപ്പോൾ ഇതാകുമ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ അത് വളരെ നേരിയ സ്ലൈസാണ്, നിങ്ങൾക്കറിയാമല്ലോ, ഈ സ്ലൈസറിൽ അരിയുമ്പോൾ മുട്ട വളരെ നേരിയ സ്ലൈസിലാണ് വരിക.
അപ്പോൾ അങ്ങനെ ദേ ഞാനത് വലിയ ഇത് പരത്തിയിട്ട് അതിലേക്ക് ഇങ്ങനെ പുള്ളിയാൻ കുത്തറ പോലെ ഇങ്ങനെ വെച്ച് അതിൽ ഓരോ മുട്ട പീസ് വെച്ച് മുകളിൽ കൂടെ ഒരെണ്ണം വെച്ചിട്ട് കപ്പ് കൊണ്ട് കട്ട് ചെയ്യുക ചെയ്ത് ഞാനതൊരു ചാനലിൽ അങ്ങനെ കണ്ടതാട്ടോ. എന്നിട്ട് തുമ്പ് ഇങ്ങനെ ഒട്ടിച്ചിട്ട് ശരിക്ക് ഷാലോ ഫ്രൈ ആണ്, മറ്റേ കുറേ എണ്ണയിലല്ല കുറച്ച് എണ്ണയിൽ ആക്കി എടുക്കുക ചെയ്തിട്ടാണ്. ഇത് നമ്മുടെ ഇത് ബീഫ് അച്ചാർ എടുത്തതിൻ്റെ എങ്ങനെയോ വന്ന് പെട്ടിട്ടുള്ളത് അത് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞത് ഇങ്ങനെയാണ് അതിൻ്റെ സംഭവം. നല്ല ടേസ്റ്റ് കേട്ടോ, പ്രത്യേക ടേസ്റ്റായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ എപ്പോഴും ഒരു 6 മണിയാകുമ്പോൾ ഒരു സ്നാക്സ് കഴിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ എപ്പോഴും പുറത്തുനിന്ന് ഓരോന്ന് വാങ്ങിക്കാറ് പതിവ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഉച്ചയ്ക്ക് സൂത്രപ്പണിയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനുള്ള സമയം കിട്ടുന്നുണ്ട്. അപ്പോൾ അതിവിടെ തോമുട്ടൻ ഒളിച്ചു കണ്ടുമൊക്കെ കളിച്ചു തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ അവനിപ്പോൾ ഇങ്ങനെ പെട്ടെന്നുള്ള മാറ്റങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ 7 മാസം ആവണു അവന്. ഈ മാസം 13-ാം തീയതിക്ക് 7 മാസമാവും. അങ്ങനെ ഇന്ന് രാത്രിയിലത്തെ ഭക്ഷണം എൻ്റെ വകയാണ് കേട്ടോ. കാരണം ഞാൻ ഇവർക്ക് ഓരോ ഓഫർ കൊടുക്കും, ഓരോ പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ ഓരോ ഓഫർ കൊടുക്കും, ഇന്നത് ചെയ്താൽ ഇന്നത് ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് മറ്റേ ഇവിടെ നിന്ന് തെക്കേക്കരയിൽ നിന്ന് ഹോട്ട് ഓവനിൽ നിന്നുള്ള KFC ആയിരുന്നു അവരുടെ ബ്രോസ്റ്റഡ് ചിക്കൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ തലയിൽ ഡിവൈൻ നിറച്ച് എണ്ണയ്ക്ക് ഇട്ട് തന്നു. ഭയങ്കര ചൂടാത്തല്ലേ, വേർത്തിട്ട് വയ്യ. അപ്പോൾ എണ്ണയ്ക്ക് ഇട്ട് തന്നു. ഞങ്ങൾ എണ്ണക്കുളിയായിരുന്നു ഇന്ന് 3 പേർക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതേ ഭക്ഷണമൊക്കെ ഇന്ന് നേരത്തോടെ കഴിച്ചു. ഇവർക്കും അതെ നേരത്തോടെ ഫുഡ് കൊടുത്തു. 3 ആളും ഇതേ കിടന്ന് ഉറങ്ങണുണ്ട് പാവങ്ങൾ. നമുക്ക് കണ്ടറിയാം ചൂടുകൊണ്ട് തളർന്നുറങ്ങുക എന്നുള്ളത്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞാൻ ദേ അകത്തേക്ക് കയറാണ് കേട്ടോ. അപ്പോൾ അകത്തേക്ക് കയറിയപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ ആ സൈഡിലത്തെ ടാങ്കിൽ വെള്ളമില്ല. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം അവിടെ നിറച്ചതിന് ശേഷമാണ് അകത്തേക്ക് കയറിയത് കേട്ടോ. അങ്ങനെ വന്ന് ദേ മുട്ടയുടെ ട്രേ. അപ്പോൾ കുറച്ച് പേര് എന്നോട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ ട്രേ എവിടെ നിന്നാണ് എന്താണെന്നുള്ളത്. സാധാരണ ഇങ്ങനെ കണ്ടിട്ടില്ല എന്നുള്ളത്. ഇത് എനിക്ക് തോന്നുന്നു ഒരു 7 വർഷമൊക്കെ ആയിട്ടുണ്ട്. ഈ ഓൺലൈനൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഡോൺ വരുത്തിച്ചിട്ടുള്ള ഒരു എഗ് ബോക്സാണ് സംഭവം. ഇതിന് ക്ലിപ്പൊന്നുമില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൽ ഒരു 30 മുട്ട കൊള്ളും. അപ്പോൾ ഒരു ട്രേ മുട്ട കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതെടുത്ത് നേരെ ഫ്രിഡ്ജിൽ, അപ്പോൾ ഞാനൊരു റബ്ബർ ബാൻഡ് ഇടും കേട്ടോ. അപ്പോൾ അങ്ങനെ ദേ ഇവിടെ ചക്കക്കുരു ഡാഡി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഒരു ബോക്സിലാക്കി ഫ്രീസറിലേക്ക് വെച്ചു. കുറച്ചെടുത്ത് നന്നാക്കി വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ളത് എടുത്ത് ഫ്രീസറിലേക്ക് വെച്ചു. കാരണം ഇപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു എന്താ പറയുക, ഒരു പൂപ്പൽ ഒക്കെ പിടിക്കുന്ന പോലെയാവും. ഇതിപ്പോൾ ദേ നമ്മൾ സെറ്റായിട്ടില്ല, ഞാൻ നോക്കിയപ്പോൾ സെറ്റായിട്ടില്ല. അപ്പോൾ നാളെ രാവിലേക്ക് തന്നെ അത് ശരിയാവുള്ളൂ. അപ്പോൾ ഈ ഒരു കുപ്പി ഞാൻ എപ്പോഴും ഇവിടെ വെക്കും, ഈ മുകളിലുള്ള ഇതിന് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതോട് കൂടിയിട്ട് നമുക്ക് ഫിൽറ്ററും നിറയ്ക്കണം. അപ്പോൾ ഇനി ആ ഒരു പണി ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും നിങ്ങൾക്കറിയാം, ഞാൻ എല്ലാ ദിവസവും ഇത് മുഴുവൻ നോക്കി ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ഞാൻ എടുക്കുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഉച്ചയ്ക്കും അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരാൾ വന്നാലും നമ്മുടെ വീട് അങ്ങനെ വലിച്ചു വാരിയിട്ട് കാണില്ല. നമുക്കും ഒരു തൃപ്തിയാണ് വീട് ഒതുങ്ങി കിടക്കണമെന്നുള്ളത് കേട്ടോ. അങ്ങനെ ദേ അടുക്കളയിലും ഞാൻ പറഞ്ഞില്ല, ഇന്ന് നേരത്തോടെ എല്ലാ പരിപാടിയും കഴിഞ്ഞതാണ്. കിച്ചണിൽ അങ്ങനെ കാര്യമായിട്ട് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല, 4 പ്ലേറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങോട്ട് ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് ഓർഡേഴ്സ് കൂടുതലുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ സ്വർണ്ണത്തിന് വില കൂടിയ കാരണം നമ്മളുടെ സംഭവങ്ങൾക്ക് കുറച്ച് ഡിമാൻഡ് കൂടുതലാണ്. അപ്പോൾ അത് എന്താ പറയുക, നല്ലതാണല്ലോ. അപ്പോൾ ഇത് നമ്മുടെ കണ്ണാട, അതെന്താ സംഭവം എന്ന് വെച്ചാൽ അമ്മയ്ക്ക് ക്യാൻസറാണെന്ന് അറിയണ സമയത്ത് ഞാൻ ഈ കണ്ണാടി എടുക്കാൻ നിൽക്കുക. അപ്പം ഞാൻ ആ സമയത്ത് ഒന്നും നോക്കിയില്ല, നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ അവസാനം കണ്ണാട കയ്യിൽ കിട്ടിയപ്പോഴാണ് ഇതാണെന്നുള്ളത് പോലും ഞാൻ കണ്ടത്. എനിക്ക് തോന്നുന്നു അന്ന് കുറേയൊക്കെ വെച്ച് നോക്കി അവിടെ വെച്ചു എന്ന് തോന്നുന്നുണ്ട്, എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം ഇന്നലെ പോയിട്ടാണ് ഡാഡി അത് വാങ്ങിക്കൊണ്ടപ്പോഴാണ് കാണുന്നത് ഇതാണ് സാധനം എന്ന്. എനിക്ക് തോന്നുന്നു ഒരു 4-5 മാസമായി അത് അവിടെ ഇരിക്കണം. അപ്പോൾ അതാണ് ആ കണ്ണാട കേട്ടോ. ആരും കണ്ടിട്ടില്ല, ഞങ്ങളൊക്കെ ഞെട്ടിയെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം നല്ല രീതിയിൽ അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എത്ര വിഭവം. എനിക്ക് സമയം കിട്ടിയ എൻ്റെ മെയിൻ പണി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുത്ത് കാണിക്കാൻ ചില സമയത്ത് പറ്റാറില്ല കേട്ടോ. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രാർത്ഥന കഴിഞ്ഞിട്ടുള്ള ആ എന്താ പറയുക ഞാൻ വിചാരിച്ചു കിടത്തണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് ഭംഗിയായിട്ട് കഴിഞ്ഞു. നാളെ നമുക്ക് നല്ലൊരു വിശേഷമായിട്ട് വേഗം വരാം. അതുവരേക്ക് ബൈ.